ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ അടുത്ത റൗണ്ടിലെ എതിരാളികൾ അത് ജപ്പാനാണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ ജപ്പാൻ സ്വീഡനോട് സമനില വഴങ്ങി. ഇതോടുകൂടി അവരുടെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. അങ്ങനെയാണ് ബ്രസീലും ജപ്പാനും തമ്മിലുള്ള ഒരു മത്സരം വരുന്ന തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 10:30 ജപ്പാനും ബ്രസീലും തമ്മിലുള്ള മത്സരം അരങ്ങേറുക. അങ്ങനെ ഒരിക്കൽ കൂടി ജപ്പാനെ ബ്രസീൽ നേരിടേണ്ടി വരുമ്പോൾ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നെയ്മർ ജൂനിയറിലേക്കാണ്. അതായത് നെയ്മർ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, നെയ്മറുടെ ഒരു സ്ഥിരം വേട്ടമൃഗമാണ് ജപ്പാൻ. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ നെയ്മർ ജൂനിയർ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ എതിരാളികൾ അത് ജപ്പാനാണ്. 5 മത്സരങ്ങൾ കളിച്ച നെയ്മർ 5 മത്സരങ്ങളിലും ജപ്പാനെതിരെ ഗോൾ നേടിയിട്ടുണ്ട്. 9 ഗോളുകളാണ് ആകെ നെയ്മർ ജൂനിയർ നേടിയിട്ടുള്ളത്. ഇതിനു പുറമെ 2 അസിസ്റ്റുകൾ അദ്ദേഹം നേടി എന്നതുകൂടി ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചില കണക്കുകൾ പറയുന്നത് നെയ്മർ ജൂനിയർ 3 അസിസ്റ്റുകൾ നേടി എന്നുള്ളതാണ്. അസിസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ 5 മത്സരങ്ങളിൽ നിന്ന് നെയ്മർ ജൂനിയർ ജപ്പാനെതിരെ 9 ഗോളുകൾ നേടിയിട്ടുണ്ട്. 2012 ഒരു സൗഹൃദ മത്സരം ബ്രസീലും ജപ്പാനും കളിക്കുന്നു. അന്ന് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ബ്രസീൽ വിജയിച്ചു. അന്ന് 2 ഗോളുകൾ നേടിയത് നെയ്മറാണ്. പിന്നീട് 2013 ഫിഫ കോൺഫെഡറേഷൻ കപ്പിൽ ബ്രസീൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജപ്പാനെ പരാജയപ്പെടുത്തി. അന്ന് 1 ഗോൾ നെയ്മർ നേടി. പിന്നീട് 2014 നെയ്മർ ജൂനിയറുടെ ഏറ്റവും മികച്ച മത്സരം പിറന്നത്. അതായത് ജപ്പാനെതിരെ ഒരു സൗഹൃദ മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ബ്രസീൽ വിജയിച്ചത്. ആ 4 ഗോളുകളും പിറന്നത് നെയ്മർ ജൂനിയറിൽ നിന്നാണ്. അതായത് നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ ഒരു പോക്കർ സ്വന്തമാക്കുകയായിരുന്നു. ജപ്പാനെതിരെ ഒരു മത്സരത്തിൽ 4 ഗോളടിച്ച ഒരു ചരിത്രം വരെ നെയ്മർക്കുണ്ട്. പിന്നീട് 2017 ജപ്പാനെതിരെ ഒരു സൗഹൃദ മത്സരം ബ്രസീൽ കളിച്ചു. 1-3 ഗോളുകൾക്ക് ബ്രസീൽ വിജയിച്ചു. അന്ന് 1 ഗോൾ നെയ്മർ നേടി. പിന്നീട് 2022 നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ 1 ഗോളിന് ജപ്പാനെ പരാജയപ്പെടുത്തി. അന്ന് ഗോൾ നേടിയത് നെയ്മർ ജൂനിയർ ആണ്. അങ്ങനെ 9 ഗോളുകൾ നെയ്മർ നേടിയിട്ടുണ്ട്. ജപ്പാനെതിരെ കളിച്ച 5 മത്സരങ്ങളിലും നെയ്മർ ജൂനിയർ ഗോൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ ജപ്പാൻ മാറിയിട്ടുണ്ട്. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് ജപ്പാൻ നടത്തുന്നത്. നെയ്മർ ആവട്ടെ പരിക്കിൽ നിന്നും മുക്തനായി വന്ന ഒരു സമയമാണ് ഇത്. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ജപ്പാനോട് ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനൊരു പ്രതികാരം തീർക്കേണ്ടതുണ്ട്. അടുത്ത ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ പകരക്കാരന്റെ വേഷത്തിലാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തിട്ട് വീണ്ടും കാണാം.